നമ്മുടെ വീഡിയോ കാണണോ? Good afternoon. Have you heard your name? Good afternoon, teacher. Good afternoon, teacher. Good afternoon. Teacher. Good afternoon. Teacher. Good afternoon, Have you had your lunch? Sorry. Korean, Iba, Muhammad, Jewel, Anita, Amanda, Hannah, Eric, Shasta, Anita, Sridhari, video on team. Good afternoon all. Good afternoon, teacher. Bench എല്ലാരും. Okay. Class start. എന്താ? ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു. ലിസൺ ഹിയർ. എല്ലാവരും ഒന്ന് കൈകെട്ടിയിരുന്നേ, കൈകെട്ടിയിരുന്നേ. അദ്വൈത് സ്കൂളിൽ പോവാണോ ബാഗൊക്കെ ഇട്ടിട്ട്? എവിടെ പോവാ? ഓക്കെ, ഗുഡ്. ചോറ് കഴിച്ചില്ല എല്ലാരും? ഒന്ന് ഉഷാറായിട്ടിരുന്നേ. ഉറക്കം വരുന്നുണ്ടോ കുര്യൻ? ഉറക്കം വരുന്നുണ്ടോ? ഉഷാറായിട്ടിരുന്നേ. ആ, ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഹിന്ദിയില് അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചിഹ്നം ചേർത്ത് ഒരു അക്ഷരം എഴുതി, കാക്ക കീക്കിയൊക്കെ ഒക്കെ എഴുതി അല്ലേ? ബുക്ക് വാങ്ങിയോ എല്ലാവരും? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക്, അക്ഷരദീപം, നോട്ട് ബുക്ക്, 2 ലൈൻ കോപ്പി, ഇതെല്ലാം എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവണം. നെക്സ്റ്റ് തേഴ്സ്ഡേ ആകുമ്പോ നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടാവണം. നമ്മൾ ബുക്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. പഴയ പുസ്തകം തന്നെയാണ്, ബുക്ക് മാറിയിട്ടില്ല. പഴയ ബുക്ക് തന്നെ സ്കൂളിൽ വന്നിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ ബുക്ക് വാങ്ങുക. ടെക്സ്റ്റ് ബുക്ക്, എത്ര ബുക്ക് ഉണ്ട് നമുക്ക് ഹിന്ദിക്ക്? ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അക്ഷരദീപം ഉണ്ട്, നോട്ട് ബുക്കും ഉണ്ട് അല്ലെ? 2 ലൈൻ കോപ്പി ഉണ്ട്. 3 ബുക്ക് ഉണ്ട്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ വാങ്ങുക. ഓക്കെ, നമ്മള് ബാക്കി അക്ഷരങ്ങൾ കൂടെ പഠിക്കാം. വാങ്ങിയോ? എല്ലാരും തന്നെ വാങ്ങിയോ ബുക്ക്? ഓക്കെ, എല്ലാവർക്കും കൂടെ അടുത്ത തേഴ്സ്ഡേ ആകുമ്പോൾ നമുക്ക് ബുക്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇനിയും അക്ഷരങ്ങൾ എഴുതാൻ അറിയാത്തവരുണ്ടോ? ഇനിയും ഹിന്ദി അക്ഷരങ്ങൾ എഴുതാൻ അറിയാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയേ. ഇല്ല, എല്ലാവർക്കും തന്നെ അറിയാം. ഇല്ലെങ്കിൽ നമ്മൾക്ക് അക്ഷരം അറിയാത്തവർക്ക് നമുക്ക് അക്ഷരദീപം ഉണ്ട്,
ടെക്സ്റ്റ് ബുക്കിലായാലും അക്ഷരം എഴുതാൻ ഒത്തിരി വർക്ക് ഉണ്ട് നമുക്ക്. അക്ഷരങ്ങൾ എഴുതി പഠിക്കാനുള്ള വർക്ക് ബുക്കിലുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബുക്ക് വാങ്ങുക, നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിച്ചേ? കാ എന്ന വ്യഞ്ജനാക്ഷരത്തിന് ചിഹ്നം ചേർത്ത് പഠിച്ചു അല്ലേ ജുവലെ? യെസ്, ക എന്ന അക്ഷരത്തിന് ചിഹ്നം ചേർത്ത് ഒരു പേജ് എഴുതി അല്ലെ? എല്ലാരും പോസ്റ്റ് ചെയ്തു. കുറെ പേര് ഹോംവർക്ക് ചെയ്തിടുന്നില്ല, അവരൊക്കെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ടൈമിന് തന്നെ ക്ലാസ്സിൽ ഹാജരാവണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ആബ്സെന്റ് ആവും നിങ്ങള്. പറഞ്ഞ ടൈമിന് തന്നെ കേറുക. ക്ലോസ് യുവർ ബുക്ക്. മുഹമ്മദ് ബീവി, ക്ലോസ് യുവർ ബുക്ക്. All of you close your book. Listen here. Hold your hands. ഓക്കെ. നമ്മൾ കളേഴ്സ് പഠിച്ചിട്ടില്ലേ? ഇംഗ്ലീഷിൽ കളേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ കളർ അറിയാം? വൈറ്റ്, ബ്ലാക്ക്, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഗ്രീൻ, വയലറ്റ് അല്ലേ? കുറെ കളേഴ്സ് അറിയാം നമുക്ക്. എല്ലാവർക്കും ഒരേ കളറാണോ ഇഷ്ടം? അല്ലല്ലോ. ജുവലിന് ഏത് കളറാ ഇഷ്ടം? എവിടുന്ന് പറഞ്ഞോ? ഓക്കെ, കേട്ടു. അപ്പൊ നമുക്ക് ആ കളേഴ്സ് ഇംഗ്ലീഷിൽ എന്ന പോലെ ഹിന്ദിയിലും കളേഴ്സ് പഠിക്കാനുണ്ട്. ഹിന്ദിയിൽ കളറിന് എന്താ പറയാ? രംഗ്. എറിക്, എറിക്. നേരെ ഇരുന്നേ. എവിടെ ഇതെന്താ ആടി കളിക്കുന്നേ? നേരെ ഇരുന്നേ. ഓക്കെ. കൈ കെട്ടിയിരിക്കാൻ പറഞ്ഞ് കൈ കെട്ടിയിരിക്കാം. ഹിബ ഫാത്തിമ, ക്ലോസ് യുവർ ബുക്ക്. ലിസൺ ഹിയർ. ഓക്കെ. ഹിന്ദിയിൽ കളറിന് എന്താ പറയാ? രംഗ്. പറഞ്ഞേ ഒളിപ്പിച്ച്. രംഗ്. രംഗ് എന്ന് പറഞ്ഞ കളർന്ന അല്ലേ? ഇംഗ്ലീഷില് ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താ കളർ നമ്മൾ മലയാളത്തിൽ പറയുമ്പോ? ഗ്രീൻ പച്ച, പച്ച കളർ അല്ലെ? ഹിന്ദിയിൽ എന്താ ഗ്രീന് പറയാ അറിയോ? ഇല്ല, അറിയില്ല. അതിപ്പോ നമ്മൾ കുറെ കളേഴ്സ് പഠിക്കുവാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ ഓറലായിട്ട് പറയാനാ പഠിപ്പിക്കുന്നത്, പിന്നെ നമുക്ക് എഴുതണം. ശ്രദ്ധിച്ചിരിക്ക. ശ്രദ്ധിച്ചില്ലേ കിട്ടില്ല നിങ്ങൾക്ക്. പറഞ്ഞു പഠിക്കാനാണ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പൊ കളേഴ്സ് പഠിക്കുവാണ്. ഏതൊക്കെ കളറാ? സഫേദ്. സഫേദ് എന്ന് പറഞ്ഞ എന്ത് കളറാ അറിയോ? സഫേദ് എന്ന് പറഞ്ഞ വൈറ്റ്. സഫേദ്. all of you say സഫേദ്. കാല, ഹര, നീല, പീല, ലാൽ. 5 കളേഴ്സ് ആയിരുന്നു പഠിപ്പിക്കുന്നത്. 5 കളേഴ്സ്. ഓക്കെ, ഏതൊക്കെയാന്ന് ശ്രദ്ധിച്ചിരിക്ക. സഫേദ്, കാല, ലാൽ. ആരാ ലാൽ എന്ന് പറയുന്ന? ആരാ? മോഹൻലാലിനല്ലേ? മോഹൻലാലാണോ? ലാൽ എന്ന് പറഞ്ഞാല് റെഡ് കളറിനെ പറയുന്ന ലാൽ അല്ലേ? സയാൻ, ക്ലോസ് യുവർ ബുക്ക്. ലിസൺ ഹിയർ. ഓക്കെ. ലാൽ, പീല, നീല. ഇന്ന് നമ്മൾ 5 കളേഴ്സാ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാ? സഫേദ്, സഫേദ്. ഒളപ്പിസേ ഒച്ചത്തിൽ പറഞ്ഞു പഠിക്കിപ്പോ. സഫേദ്, വൈറ്റ്. വൈറ്റ് കളറിനാണ് നമ്മൾ സഫേദ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കളർ അറിയാവോ? കളേഴ്സ് അറിയാവോ? ഹിന്ദിയില് അറിയോ? ജുവലിന് അറിയോ കളേഴ്സ്? ഹിന്ദിയിൽ കളർ അറിയുന്നവർ ഒന്ന് കൈ ഉയർത്തി കാട്ടെ. ഹിന്ദിയിൽ കളേഴ്സ് അറിയുന്നവർ കൈ ഉയർത്തിക്കേ. ആർക്കും അറിയില്ല. പിന്നെ നിങ്ങൾ എന്താ അടങ്ങിയിരിക്കാത്തത്? ശ്രദ്ധിക്കാത്ത എന്താ? ലിസൺ ഹിയർ.
എല്ലാവരും ഇളകിക്കൊണ്ടിരിക്കുക. നിങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലല്ലേ പഠിക്കുന്നേ? ക്ലാസ് റൂമിൽ ഇങ്ങനെയാണോ? കൈ കെട്ടിയിരിക്കാൻ പറഞ്ഞ കൈ കെട്ടിയിരിക്ക, ശ്രദ്ധിക്കാൻ പറഞ്ഞ ശ്രദ്ധിക്ക. ഞാൻ പറയാതെ എനിക്ക് കൈ അവിടുന്ന് വിടാൻ പാടില്ല. മുഹമ്മദ്, ഓക്കെ. ലിസൺ. കളറിന് ഹിന്ദിയിൽ രംഗ് എന്ന് പറയും. 5 കളേഴ്സ് ആണ് നമ്മൾ ഈ പീരീഡ് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാന്ന് ശ്രദ്ധിച്ചിരിക്കാം. ടീച്ചർ പറഞ്ഞത് അവിടുന്ന് പറയണം നിങ്ങൾ ഒച്ചത്തില്. ഓക്കെ. സഫേദ്, വൈറ്റ്. എന്താ വൈറ്റ് എന്ന് പറഞ്ഞ എന്താ? വെള്ള. വെള്ള നിറത്തിന് ഹിന്ദിക്ക് എന്താ പറയുന്നേ? സഫേദ്. ഓക്കെ. വെള്ളയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്താ പറയുന്നേ? ബ്ലാക്ക് അല്ലെ? വൈറ്റിന്റെ ബ്ലാക്ക് എന്നാ പറഞ്ഞത്. ബ്ലാക്കിന് എന്താ ഹിന്ദി പറയാ? കാല. എന്താ? കാല. സഫേദ്, വൈറ്റ്. കാല, ബ്ലാക്ക്. പീല. എന്താ പീല എന്ന് പറഞ്ഞാല്? യെല്ലോ. യെല്ലോ മഞ്ഞ നിറം അല്ലേ? യെല്ലോ ഇഷ്ടമല്ലേ? യെല്ലോയ്ക്ക് ഹിന്ദിയിൽ പറഞ്ഞ പീല. നെക്സ്റ്റ് നീല. എന്താ നീല എന്ന് പറഞ്ഞ? നീല എന്ന് പറയാറില്ലേ നമ്മൾ മലയാളത്തിൽ? നീല എന്ന് പറയാറില്ലേ? അത് തന്നെ നീല കളറ്. നീലയ്ക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? ബ്ലൂ അല്ലേ? ബ്ലൂ എന്നുള്ളതിന് ഹിന്ദിയിൽ പറയുന്നത്, ബ്ലൂ കളറിന് ഹിന്ദിയിൽ പറയുന്നതാണ് നീല. നെക്സ്റ്റ് ഹര. ഹര, ഗ്രീൻ. ഹര എന്ന് പറഞ്ഞ എന്താ? ഗ്രീൻ. ഗ്രീൻ കളറിനാണ് ഹര എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ലാൽ. ആരാ ലാല്? മോഹൻലാൽ അല്ലേ? മോഹൻലാല്. അതല്ല ഇവിടെ. ഇവിടെ എന്താ? ലാൽ എന്ന് പറഞ്ഞ റെഡ്. റെഡ് കളറിനാണ് ഹിന്ദിയിൽ ലാൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? എത്ര കളേഴ്സ് പഠിച്ചു? 5 കളേഴ്സ് പഠിച്ചു. ഏതൊക്കെയാ? സഫേദ്, കാല, പീല, നീല, ഹര, ലാൽ. അല്ലേ? ഗുഡ്. ഒന്നൂടെ. സഫേദ്, കാല, നീല, പീല, ഹര, ലാൽ. ഗുഡ്. ബിനിയ, ബിനോയ്. ബിനിയ. അദ്വൈത് വീഡിയോ ഓൺ ചെയ്ത്. അദ്വൈതിനെ കാണുന്നില്ലല്ലോ. ഞാനിപ്പോ എല്ലാവരോടും ലാസ്റ്റ് 5 കളേഴ്സ് ഹിന്ദിയിൽ പറയാൻ പറയും. നോക്കട്ടെ ആരൊക്കെ പറയുന്നത്. ശ്രദ്ധിക്കാത്തവർക്ക് ഒന്നും കിട്ടില്ല. അത് ഒന്നുകൂടെ ചോദിക്കുവാണ്. കാല. കാല എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഇംഗ്ലീഷിൽ എന്താ പറയാ? കാല അറിയോ? ബ്ലാക്ക്. ഗുഡ്. ജുവൽ മരിയ. ഗുഡ്. ബ്ലാക്ക്. കാല എന്ന് പറഞ്ഞാല് ബ്ലാക്ക്, കറുപ്പ് നിറത്തിനാണ് കാല എന്ന് പറയുന്നത് അല്ലെ? കാല, ബ്ലാക്ക്. സഫേദ് എന്ന് പറഞ്ഞാലോ? സഫേദ്. സഫേദ് എന്ന് പറഞ്ഞ എന്താ? വൈറ്റ്. വെള്ള നിറത്തിനാണ് സഫേദ് എന്ന് പറയാ. ഇപ്പൊ 2 കളറായി, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്താ ഹിന്ദിയിൽ പറയാ ബ്ലാക്കിന്? കാല. വൈറ്റിന് എന്താ പറയാ? സഫേദ്. ഇനി ഏതാ? പീല. പീല എന്ന് പറഞ്ഞ എന്താ? പീല. പീല എന്ന് പറഞ്ഞ യെല്ലോ. പീല എന്ന് പറഞ്ഞ യെല്ലോ.
നീല. നീല മീൻസ് ബ്ലൂ. നീല, ബ്ലൂ. ഓക്കെ. ഹര. ഹര എന്ന് പറഞ്ഞ എന്താ? ഗ്രീൻ. നെക്സ്റ്റ് ലാൽ, റെഡ്. ഓക്കെ. ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞുതരാം. ഹിന്ദി വേർഡ് മാത്രമേ പറഞ്ഞു തരുള്ളൂ. അത് സ്പീഡ് പറഞ്ഞു പഠിക്കണം. കാല, പീല, സഫേദ്, ഹര, ലാൽ. 5 കളേഴ്സ്. ഒന്നുകൂടെ. സഫേദ്, കാല, പീല, ഹര, ലാൽ. ഞാൻ ചോദിക്കും ഓരോരുത്തരോട്. ഓരോ കളർ പറയാൻ പറയും. എത്ര പേര് പഠിച്ചു? കൈ ഉയർത്തി കാണട്ടെ. ആ, 2 പേരുടെ കൈ. 3. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. മുഹമ്മദ് അദ്വൈത്, വീഡിയോ ഓൺ ചെയ്യേ. കാണുന്നില്ല. ഓക്കെ. എന്താ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? രംഗ് അല്ലേ? രംഗ് പഠിച്ചു. എത്ര രംഗ് പഠിച്ചു? 5 അല്ലേ? 5 കളേഴ്സാ പഠിച്ച ഹിന്ദിയില്. ഒന്നുകൂടെ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരിക്കണം. സഫേദ് വൈറ്റ്, കാല ബ്ലാക്ക്, നീല ബ്ലൂ, ലാൽ റെഡ്, ഹര ഗ്രീൻ, പിന്നെന്താ പീല യെല്ലോ. ഈ 5 കളേഴ്സും ടീച്ചർ വാട്സപ്പ് ചെയ്ത് തരും. ഇപ്പൊ തന്നെ അത് എഴുതിയെടുക്കണം നിങ്ങള്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ്സിന് ശേഷം. എന്നിട്ടോ നെക്സ്റ്റ് തേഴ്സ്ഡേ വരുമ്പോ ഡിറ്റേഷൻ ഉണ്ടാവും ഇത്. ഓക്കെ. 5 കളേഴ്സ് ഡിറ്റേഷൻ ഉണ്ടാവും. ഞാൻ ഇവിടുന്ന് തന്നെ ചെക്ക് ചെയ്ത് തരും. എനിക്ക് കാണാം, നിങ്ങൾ എഴുതുന്നൊക്കെ കാണാം കേട്ടോ. ഏതൊക്കെയാ 5 കളേഴ്സ് പറഞ്ഞ അവിടുന്ന്? ഇന്ന് പഠിച്ച 5 കളേഴ്സ് ഏതൊക്കെയാ? അമന്ന, ഹിബ, കുര്യൻ. ഒന്നുകൂടെ പറഞ്ഞു തരാം. ടീച്ചർ ഓരോരുത്തരെ കൊണ്ട് പറയിക്കും. ഒന്നുകൂടെ പറഞ്ഞു തരാം. ലാസ്റ്റ് വന്നവരുണ്ട്. ലിസൺ. സഫേദ് വൈറ്റ്, കാല ബ്ലാക്ക്, നീല ബ്ലൂ, പീല യെല്ലോ, ഹര ഗ്രീൻ. ഇനിയും കുറെ കളേഴ്സ് ഉണ്ട്. ഇന്ന് 5 എണ്ണം മാത്രമേ ടീച്ചർ പറഞ്ഞിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഓർത്തിരിക്കണ്ടേ? ഈ 5 കളേഴ്സ് നെക്സ്റ്റ് തേഴ്സ്ഡേ വരുമ്പോ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ടീച്ചർ ഇപ്പൊ ഇത് വാട്സപ്പ് ചെയ്ത് തരും. നിങ്ങൾ ഒരു റഫ് ബുക്കിൽ എവിടെയെങ്കിലും എഴുതുക. എന്നിട്ട് അത് നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതുക കേട്ടോ. തെറ്റ് കൂടാതെ എഴുതുക. നോട്ട് ബുക്കിൽ എഴുതിയതിന് ശേഷം ടീച്ചർക്ക് പോസ്റ്റ് ചെയ്യാം 5 കളേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള കളേഴ്സ് പറഞ്ഞു തരും. ചോദിക്കട്ടെ ഓരോരുത്തരായിട്ട്? ചോദിക്കാം. അതിനു മുമ്പേ നമുക്ക് ചിഹ്നങ്ങൾ ചേർത്തിട്ട് ഇനിയും ഉണ്ട് അക്ഷരങ്ങൾ എഴുതാൻ അല്ലെ? വ്യഞ്ജനാക്ഷരങ്ങൾ കാ മാത്രമേ നമ്മൾ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതിയിട്ടുള്ളൂ അല്ലേ? അപ്പം ബാക്കി കുറച്ച് അക്ഷരങ്ങൾ ടീച്ചർ തരും ഹോംവർക്ക് ആയിട്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇപ്പൊ എന്ത് ചെയ്യണം? ചിഹ്നങ്ങൾ നന്നായിട്ട് പഠിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? കാക്ക് ആയിന്റെ ചിഹ്നം, ഈന്റെ ചിഹ്നം, ഊന്റെ ചിഹ്നം ഒക്കെ ചേർത്ത് എഴുതി പഠിച്ചില്ലേ? പഠിച്ചു. ഒരു പേജ് എഴുതി പഠിച്ചു അല്ലേ? അതേപോലെ കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ ടീച്ചർ തരും. അത് ഹോംവർക്ക് ആയിട്ട് തരും. നിങ്ങൾ അത് ചിഹ്നം ചേർത്ത് പോസ്റ്റ് ചെയ്ത് തരണം കേട്ടോ. ചെയ്യുവോ? ഗുഡ്. ഇനി ഞാൻ ഓരോരുത്തരിലേക്ക് വരുവാണ്. ഇന്ന് പഠിച്ചത് ടീച്ചറിനെ പറഞ്ഞു കേൾപ്പിക്കണം. പിന്നെ ഒരു കാര്യം, എല്ലാവരും
ബുക്ക്, ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്ക്, അക്ഷരദീപ്, നോട്ട് ബുക്ക്, 2 ലൈൻ കോപ്പി. ഇത് മൂന്നും നെക്സ്റ്റ് തേഴ്സ്ഡേ ആവുമ്പോ ഇവിടെ കാണണം, ടീച്ചറിനെ കാണിച്ചിട്ടുണ്ടാവണം. ഓക്കെ, എല്ലാരും ബുക്ക് വാങ്ങണം പെട്ടെന്ന് തന്നെ കേട്ടോ. നമ്മള് ടെക്സ്റ്റ് ബുക്കിൽ വർക്ക് തുടങ്ങുവാണ് തേഴ്സ്ഡേ മുതല്. ഇന്ന് വാങ്ങാത്തവരുണ്ട്, അതുകൊണ്ടാണ് ഇന്നൊന്നും ചെയ്യാത്തത്. നെക്സ്റ്റ് തേഴ്സ്ഡേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എഴുതാൻ തുടങ്ങും. അപ്പം എല്ലാവർക്കും ബുക്ക് കാണണം. ഓക്കെ, അമന്ന രാജേഷ്, അമന്ന രാജേഷ് അൺമ്യൂട്ട് ചെയ്യൂ പ്ലീസ്. അൺമ്യൂട്ട്. അമന്ന, ഇന്ന് പഠിപ്പിച്ച എന്താ മനസ്സിലായത് കുട്ടിക്ക്? അമന്നക്ക് റേഞ്ച് ഇല്ല. മാളവിക, ഓക്കെ. മാളവിക കളേഴ്സ് പറഞ്ഞോളൂ. സഫേദ്, കാല, लाल, पीला, नीला, ലാൽ. ഓക്കെ, ഗുഡ്. ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഫാത്തിമ മെഹറിൻ. ഫാത്തിമ, വീഡിയോ ഓഫ് ആക്കിട്ട് പോയോ? ഓക്കെ, അലൻ തോമസ്. ഫാത്തിമ പറയുന്നുണ്ടോ? ഫാത്തിമ പറഞ്ഞോളൂ മോളെ. 5 കളേഴ്സ് പറഞ്ഞ. ഇന്ന് പഠിച്ച 5 കളേഴ്സ് ഹിന്ദിയില് രംഗ് എന്ന് പറയും. രംഗ്. सफेद, കാല, काला, പീല, काला, ब्लैक. ഇംഗ്ലീഷ് പറയണ്ട, ഹിന്ദി മാത്രം പറഞ്ഞ. ഹിന്ദിയിലെ കളേഴ്സ് പറഞ്ഞാൽ മതി. കളേഴ്സിന്റെ പേര് ഹിന്ദിയില്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടില്ല? സഫേദ്, ലാൽ, പീല, നീല, ഹര. ഓക്കെ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നേ. നെക്സ്റ്റ് അലൻ തോമസ്. അലൻ അൺമ്യൂട്ട് ചെയ്യ. അലൻ സേ. नीला, മീല അല്ലടാ, പീല, काला, हरा, हरा, सफेद, नीला. Okay, good. Next, Minhaj. काला, पीला, लाला. ലാല എന്നാണോ? ലാലല്ലേ? ലാൽ. Okay, good. Next, മുഹമ്മദ് വിവി. മുഹമ്മദ്. അൺമ്യൂട്ട് ചെയ്യുമോനെ, അൺമ്യൂട്ട് ചെയ്യ്. പറഞ്ഞോളൂ. സഫേദ്, കാല, പീല, സൈദ. സൈദിയോ? പീല, പീല, നീല, ഹല, ഹര. ഇന്ന് ടീച്ചർ വാട്സപ്പ് ചെയ്ത് തരാം, നോക്കി പഠിക്കണം കേട്ടോ.
എഴുതുന്നതിന് മുമ്പായിട്ട് വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഓറലായിട്ട് പറഞ്ഞിരുന്നത്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നേ? അടങ്ങിയിരിക്കുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ ശ്രദ്ധിക്കാൻ പറ്റാത്തത്. അനിഹ, അനിഹ മോഹൻ, അനിഹ അൺമ്യൂട്ട് ചെയ്ത മോളെ. പഠിച്ച കളേഴ്സ് പറഞ്ഞേ. സഫേദ്, കാല, നീല, നീല, പീല, ലാൽ. ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ, ഗുഡ്. ഹന്ന ഹെവൻ, ഹന്ന. പറഞ്ഞോളൂ. ഹര, പീല, സഫേദ്, സഫേദ്, നീല, സഫേദ്. ഓക്കെ ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് അമന്ന. അമന്ന ലൈനിൽ വരുന്നുണ്ടോ? അമന്ന. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യ. പറഞ്ഞോളൂ മോളെ, പറഞ്ഞോ. സഫേദ്, ലാൽ, കാല, ഹര, പീല, കാല, പീല, നീല, നീല, ഗുഡ് ഗുഡ്, വെരി ഗുഡ്. ഹര. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് അഫ്ല. മുഹമ്മദ് അഫ്ല. അൺമ്യൂട്ട് ചെയ്യും മോനെ. പറഞ്ഞോളൂ. പറഞ്ഞു. സഫേദ്, കാല, പീല, നീല, ഹര, ലാൽ. Good, very good. Give clap. Good. All of you, give clap. Good. കണ്ടോ? ശ്രദ്ധിച്ചിരുന്നതിന്റെ ഗുണം കണ്ടോ? നെക്സ്റ്റ് കൗശിക് വി ദീപു. കൗശിക്. കാല, ഹര, നീല. ഓക്കെ. നെക്സ്റ്റ് ഋഷികേശ്. ഋഷികേശ് അൺമ്യൂട്ട് ചെയ്യ്. സഫേദ്, നീല, പീല, ലാൽ, കാല, ഹര. ഹര. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ആരാണ് പറയുന്നത്? ആരാണ് പറയുന്നത്? ഇഫ്ര ഫാത്തിമ. സഫേദ്, കാല, പീല, നീല, ഹര, ലാൽ. Good. Give clap. Good. നെക്സ്റ്റ് ആരാണ് പറയുന്നത്? കൈ ഉയർത്തി കാണിക്കാം. ഞാൻ പറയാന്ന് പറഞ്ഞേ. ജുവൽ മരിയ പറഞ്ഞില്ല? ജുവൽ അൺമ്യൂട്ട് ചെയ്യ. കേൾക്കുന്നില്ല. സേ ലൗഡ്ലി. ലൗഡ്ലി സേ. കാൽ എന്നല്ല, കാല.
കാല നീല ലാൽ ഹര നീല ഹര. ഗുഡ് 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 ഗുഡ്. നെക്സ്റ്റ് ആര് പറയും? എറിക്. ലിസൺ ഹിയർ. all of you listen. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവണം. ഒരു ക്ലാസ്സിൽ മാത്രം പങ്കെടുത്താൽ പോരാ. അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ചിഹ്നങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങള് ചോറുണ്ട് കഴിഞ്ഞിട്ട് ഉറക്ക ക്ഷീണമായിരിക്കുമല്ലോ എന്ന് വെച്ച് ടീച്ചർ കുറച്ച് എടുത്തിട്ടുള്ളൂ. അടുത്ത പീരീഡ് ടീച്ചർ ചിഹ്നങ്ങൾ എടുക്കുന്നതാണ്. അപ്പൊ നിങ്ങള് ക്ലാസ്സിൽ വരണം കേട്ടോ, അറ്റൻഡ് ചെയ്യണം. ഓക്കെ, എറിക് അൺമ്യൂട്ട് ചെയ്യ. അൺമ്യൂട്ട് ചെയ്യും മോനെ. കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ആയില്ല. കാല നീല നീല ലാൽ സഫേദ് ഹര. ഹര. ഓക്കെ, ലിസൺ ഹിയർ. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇനി പറയാത്തവരുണ്ട്, സാരമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. നമ്മുടെ സമയം തീരാൻ പോവാണ്. അടുത്ത പീരീഡ് നമുക്ക് ചിഹ്നങ്ങൾ പഠിക്കണം. എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഗ്രൂപ്പിൽ ഇട്ട് തരും. ഈ ക്ലാസ്സിന്റെ വർക്ക് എന്താ? നമ്മള് രംഗ് പഠിച്ചു. ഹിന്ദിയില് രംഗ് മീൻസ് കളേഴ്സ്, കളറാണ്. ലിസൺ ഹിയർ, ലിസൺ. അന്നപ്പോ എന്താ? 5 കളേഴ്സ് പഠിച്ചു ഹിന്ദിയിൽ അല്ലെ. ഈ കളേഴ്സ് ഒന്നും കൂടി ടീച്ചർ പറഞ്ഞു തരുവാണ്. സഫേദ്, സഫേദ് വൈറ്റ്, വൈറ്റ് കാല ബ്ലാക്ക്, ഹര ഗ്രീൻ, ലാൽ റെഡ്, പീല യെല്ലോ. 5 കളേഴ്സ് ആയില്ലേ? സഫേദ് വൈറ്റ്, കാല ബ്ലാക്ക്, നീല ബ്ലൂ, പീല യെല്ലോ, ലാൽ റെഡ്, ഹര ഗ്രീൻ. ഓക്കെ, ഈ 5 കളേഴ്സ് ഇപ്പൊ ടീച്ചർ വാട്സപ്പ് ചെയ്ത് തരാം. അത് ഇപ്പൊ തന്നെ നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതണം. റെഡിയാണോ? ആർ യു റെഡി? യെസ്, ഗുഡ് ഗുഡ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ ടീച്ചർ വാട്സപ്പിൽ ഇപ്പൊ ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ. ഇപ്പൊ തന്നെ ക്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ടീച്ചർ വാട്സപ്പ് ചെയ്തിരുന്ന കാര്യം നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതണം. ഉണ്ടോ? ഓക്കെ. ഇന്നിപ്പോ എന്താ ചെയ്യണ്ടേ? പിന്നെ എഴുതുക അല്ലെ? ക്ലാസ് ഇല്ലാത്തവർ ഇപ്പൊ എഴുതുക. ജോയൽ ജോവിന് ക്ലാസ് ഉണ്ടെന്നാ പറഞ്ഞ് അവര് പിന്നെ എഴുതിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഇപ്പൊ ചെയ്യേണ്ട കാര്യം ഇപ്പൊ ചെയ്യുക. ടൈം തീരാൻ പോവാണ്. പിന്നെന്താ വേണ്ടത്? അടുത്ത ക്ലാസ്സിൽ എല്ലാവരും തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം. ചിഹ്നങ്ങളാണ് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത്. മിസ്സായാൽ നിങ്ങൾക്ക് കിട്ടില്ല, ഒന്നും എഴുതാൻ കിട്ടില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ ജോവിന്? ഡൗട്ട് ഉണ്ടോ ചോദിക്ക്. ജോയലാണോ? മുഹമ്മദ് നാഫി. മോനെ നാഫി, ടീച്ചർ സിക്സ് കളർ പറഞ്ഞിട്ടേ ഞാൻ 6 കളർ പറഞ്ഞു. 5 കളറിലെ പറഞ്ഞുള്ളൂ മോനെ. ഏതൊക്കെയാ? സഫേദ്, കാല, പീല, ഹര, ലാൽ. 5 കളേഴ്സ് അല്ലേ ഉള്ളൂ. നീല പറഞ്ഞു. നീല ഇടക്ക് നീലയും പറഞ്ഞില്ലേ? ഇടക്ക് നീല പറഞ്ഞ, സോറി. 10 കളേഴ്സ് ആയിരുന്നു എടുത്തത്. ഇപ്പൊ ഇച്ചിരി കുറച്ചേക്കാന്ന് വിചാരിച്ചു. ഞാൻ 5 കളറാക്കാന്ന് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. സോറി, സാരമില്ല. നീല മീൻസ് നീല പറഞ്ഞു വന്നപ്പോ 6 ഓക്കെ, 6 ആയി അല്ലേ? 6 കളേഴ്സ് പറഞ്ഞു. കേട്ടോ മക്കളെ? ഇവ പറഞ്ഞു കേട്ടോ, അതിന് പറയാൻ ചാൻസ് കിട്ടിയില്ല. അതെയോ? ഓക്കെ. ലിസൺ ഹിയർ. നിങ്ങൾ ആരും എണ്ണിയില്ല?
അയ്യോ അത് ഞാൻ എണ്ണി നിറയെ വട്ടം ആരും എണ്ണിയില്ല. ആരും എണ്ണാത്തോണ്ട് ടീച്ചർക്ക് തെറ്റിപ്പോയി. ടീച്ചർ കണക്ക് പഠിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും എന്നാല്. എണ്ണാനൊന്നും അറിയില്ല ടീച്ചർക്ക്. ഏ 6 കളേഴ്സ് ആയത് ആരും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. മുഹമ്മദ് നാഫി മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ബാക്കിയുള്ള 4 കളറില്ലേ, 4 കളേഴ്സും അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം കേട്ടോ. അപ്പൊ നമുക്ക് 10 ആയിക്കോളും. എണ്ണാൻ എളുപ്പമല്ലേ? 10 കളേഴ്സ്. അടുത്ത ദിവസം ഞാൻ എസ്റ്റി ഇടും. എസ്റ്റി മീൻസ് ഡിറ്റേഷൻ. എന്താ എറിക്ക് പറയുന്നത്? എറി പറഞ്ഞിട്ടേ ഒരു ഇനി ആർക്കെങ്കിലും ടീച്ചറിനെ പറഞ്ഞു കേൾപ്പിക്കണോ? ടെസ മരിയ, ടെസ മരിയ, ടെസ മരിയ. ഹായ് ടെസ. ടീച്ചറിനെ പരിചയമുണ്ടോ ടെസ? മിസ്സിനെ പരിചയമുണ്ടോ? ഉണ്ട് അല്ലേ? ടെസ മോളെ ഇന്ന് എന്താ ക്ലാസ്സിൽ കിട്ടിയത്? കളറ്. കളറിന് ഹിന്ദിയിൽ എന്താ പറയാ? രംഗ്. അതെ, രംഗ്. എത്ര കളർ പഠിച്ചു നമ്മള്? 6 കളേഴ്സ് പഠിച്ചല്ലേ? ഏതൊക്കെ കളറാ പറഞ്ഞു കേൾപ്പിക്കാവോ? സഫേദ്, സഫേദ്, കാല, പീല, പിന്നെന്താ? ഹര, ലാൽ അല്ലേ? അതിനിടയിൽ നീല എന്ന് പറഞ്ഞു. ടീച്ചർ ഇടയ്ക്ക് നീല പറഞ്ഞല്ലേ? നീലാന്ന് ഇതിനാ പറഞ്ഞേ? നീല കളറിന്, ബ്ലൂവിനാ നീല എന്ന് പറയുന്നത് അല്ലേ? കാല, പീല, നീല, ഹര, സഫേദ്, ലാൽ അല്ലേ? ഓക്കെ. ഇനി ആർക്കാ പറയാനുള്ളത്? ലാസ്റ്റ് വന്നവരാരാ? ഹന്ന ഹെവൻ. ഹന്ന വീഡിയോ ഓൺ ചെയ്ത്. നാഫിക്ക് എന്താ പറയാനുള്ളത്? നാഫി, മുഹമ്മദ് നാഫി. നാഫി, ടീച്ചറിന്റെ എണ്ണം തെറ്റിയോ വീണ്ടും? പറഞ്ഞോ. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടാ. പറഞ്ഞു മോനെ, പറഞ്ഞു, വേഗം പറഞ്ഞു. പറ. സഫേദ്, സഫേദ്, കാല, പീല, നീല, ഹര, ലാൽ. Good, very good. Give clap. All stand up. All stand up. ചോറുണ്ട് വയറ് നിറഞ്ഞല്ലേ? എഴുന്നേക്കാൻ പറ്റുന്നില്ല നമുക്ക്. എല്ലാരും എഴുന്നേറ്റില്ലോ? ടീച്ചറിനെ പറ്റിക്കാൻ നോക്കണ്ട, ഞാൻ കാണുന്നുണ്ട്. എഴുന്നേക്കാത്തവരൊക്കെ കാണുന്നുണ്ട്. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് ഡൗൺ. Hands down. Sit down. നിങ്ങൾ എന്താ സ്കൂളിൽ വരാത്തെ? എന്താ സ്കൂളിൽ വരാത്തെ? സ്കൂൾ ബസ് വരാത്തോണ്ടാണല്ലേ? അതെന്താ സ്കൂൾ ബസ് വരാത്തെ? കൊറോണയല്ലേ? കൊറോണ എന്ന് പറഞ്ഞ എന്താ അറിയോ? എറിക്കിനറിയോ കൊറോണ എന്ന് പറഞ്ഞ എന്താടാ? കൊറോണ എന്ന് പറഞ്ഞ എന്താന്ന് ആർക്കറിയുന്നത്?